നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. എന്താണ് ഇവരിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം? വിരോധമായി നിർമ്മിക്കപ്പെട്ട ചില പദ്ധതികൾ. ഇച്ചിരി കൂടെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ, നിന്റെ വിജയത്തിനെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ അനുഗ്രഹത്തിനെതിരെ, നിന്റെ വീടിന്റെ മുന്നോറ്റത്തിനെതിരെ സാത്താനും മനുഷ്യനും കൂടെ കൂട്ടുകെട്ടുണ്ടാക്കി നിനക്ക് വിരോധമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ചില പദ്ധതികൾ. യെസ്, ഏറ്റവും ലാസ്റ്റ് യോഗത്തിൽ, വീട്ടിലെ സഭായോഗത്തിലല്ല, അതിനു മുമ്പ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ലാസ്റ്റിൽ ഞാൻ പ്രസംഗിച്ച യോഗത്തിനകത്ത് ദൈവമക്കളെ ഓർപ്പിച്ചത് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച്. അവിടെ ഞാൻ പറഞ്ഞു, സാത്താനും മനുഷ്യനും നിന്റെ സ്വപ്നങ്ങൾക്ക് നേരെ ഏതെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും അതിനേക്കാൾ ശക്തിയോടുകൂടെ വ്യാപരിക്കുന്ന, ബലത്തോടുകൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉള്ളത് കൊണ്ട് തന്നെ കൊലോസ്യ ലേഖനം 1:29 എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ പകൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവശക്തി ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു പകലിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയാണ്. ദൈവിക അഭിഷേകത്തിന്റെ അധികാരം താങ്കളുടെ മേലും താങ്കളുടെ കുടുംബത്തിന്റെ മേലും ചലിക്കുവാൻ തുടങ്ങുന്നത് കൊണ്ട് താങ്കൾക്ക് വിരോധമായി ഫോംഡ് ആയിട്ടുള്ള, നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെ, അങ്ങനല്ലേ വായിക്കുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, അപ്പം ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ സാത്താനാകാം, മറ്റൊരു പക്ഷെ മനുഷ്യനാകാം. മനുഷ്യനും സാത്താനും കൂടെ നിർമ്മിച്ച ചില ആയുധങ്ങൾ നിന്റെ അനർത്ഥത്തിനു വേണ്ടി, അനർത്ഥത്തിന്റെ ഒരവസ്ഥയിലൂടെ നിന്റെ കുടുംബം നയിക്കപ്പെടുവാൻ, നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ നടക്കുന്ന ചില നിർമ്മിതികളെ ഇന്ന് പകൽ ദൈവാത്മാവ് നിർവീര്യമാക്കാൻ പോവുക. ഒരു സ്ഥലത്ത് തീവ്രവാദികൾ ബോംബെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു അറിയിപ്പ് കിട്ടിയിട്ട്, രഹസ്യ വിവരം കിട്ടിയിട്ട് വിദഗ്ധരായ ആളുകൾ ചെന്ന് ആ ബോംബ് നിർവീര്യമാക്കുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനെതിരെ ശത്രുവും മനുഷ്യനും ഒരുക്കി വെച്ച ചില അനർത്ഥത്തിന്റെ പദ്ധതികളെ ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഈ 15ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കാൻ പോകുക. സാധാരണ മനുഷ്യനും സാത്താനും ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളുണ്ട്. എന്തൊക്കെയാണത്? 1 ശമൂവേൽ 17:28. 1 ശമൂവേൽ 17:28. അവരോടവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാവ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. ദാവീദ് ഇന്ന് ഈ യുദ്ധക്കളത്തിൽ ചെന്ന് പെട്ടത് അബദ്ധത്തിലല്ല, അപ്പം പറഞ്ഞിട്ടാവും വന്നത്. ചുമ്മാതെ വന്നതൊന്നുമല്ല, അപ്പം പറഞ്ഞിട്ടാവും വന്നത്. ഞാനിവിടെ വന്നത് ചുമ്മാതെ വന്നതല്ല, അബദ്ധത്തിൽ സമയമുള്ളോണ്ട് കയറി വന്നതല്ല. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാ ഞാൻ ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയടകത്ത് വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? സഹോദരന്മാരുടെ വിടുതലിന് വേണ്ടിയാവും വന്നത്. ഇതെല്ലാ ഡിസംബർ മാസവും നടത്തുന്നത് പോലെ ഒരു ഉപവാസ പ്രാർത്ഥനയല്ല.
ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വളരെ കൃത്യമായ ആത്മനിയോഗം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥനയായത്. അതുകൊണ്ട് തന്നെ ഓർപ്പിക്കട്ടെ, ദൈവാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ കൂട്ടായ്മയിലേക്ക് വന്നവനോട് ചേട്ടൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നീ ഇവിടെ എന്തിനു വന്നു? രണ്ട്, ആകെ കുറച്ചാടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറയാ, നിന്റെ കയ്യിൽ ആടുണ്ടേലും എൻ്റെ കണക്കിന് അതെന്താ കുറവാ. നിനക്കൊരഭിവൃദ്ധിയില്ല, നീ ഒന്നും കുണം പിടിപ്പിച്ചിട്ടില്ല, നീ തൊട്ടതെല്ലാം പരാജയ, നീ ഗതി പിടിച്ചിട്ടില്ല, നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലായ്മയുണ്ട്. സ്തോത്രം. ആകെ കുറയാണ്. പിന്നെയും പറയാ, നിന്റെ അഹങ്കാരം, നിന്റെ നികളഭാവം. അപ്പം സാത്താൻ വാക്തത്വമുള്ളവന് നേരെ ഉപയോഗിക്കുന്ന, മനുഷ്യൻ വാക്തത്വമുള്ളവന് നേരെ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധമാണ് കുറ്റപ്പെടുത്തലുകളും നുണകളും. നിന്നെ തകർക്കാൻ, നിന്റെ ജീവിതത്തിന്റെ പുരോഗതി ഇല്ലാതാക്കാൻ എത്രയോ കാലങ്ങളായി മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശുശ്രൂഷയിൽ ഒരു പുരോഗതി അനുഭവിക്കാതിരിക്കുവാൻ, കുടുംബത്തിൽ ഒരു പുരോഗതി അനുഭവിക്കാതിരിക്കാൻ, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി അനുഭവിക്കാതിരിക്കുവാൻ, ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും അതിലൊരു നന്മ അനുഭവിക്കാതിരിക്കാൻ, നിന്റെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, നിന്റെ ആത്മധൈര്യത്തെ തകർക്കാൻ നിനക്ക് നേരെ ഇന്നലകളിൽ ശത്രു ഉപയോഗിച്ച ഒരായുധമല്ലേ കുറ്റപ്പെടുത്തലും നുണകളും. ഇന്ന് പകൽ അതിന്റെ പദ്ധതി ദൈവം നിർവീര്യമാക്കാൻ പോകുക. ഇനി അത് ഫലിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? ഇനി അത് ഫലിക്കത്തില്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുക, അനർത്ഥത്തിന് കാരണമായി, അപമാനത്തിന് കാരണമായി, തോൽവിക്ക് കാരണമായി എന്റെ ജീവിതത്തിന് നേരെ ജീസസ് എവിടെ ചെന്നാലും നീ എവിടെ കാലുകുത്തിയാലും, വീട്ടിൽ നിൽക്കുമ്പോൾ നീ അനുഭവിക്കുന്ന കുറ്റപ്പെടുത്തൽ, നാട്ടിൽ നിൽക്കുമ്പോൾ നീ അനുഭവിക്കുന്ന കുറ്റപ്പെടുത്തൽ, സ്വന്തം വീട്ടിലെ നാട്ടിലെ കുറ്റപ്പെടുത്തൽ, വേണ്ട മടുത്തെന്നും പറഞ്ഞ നീ നാട് വിട്ടുപോയത്. പക്ഷെ ചെന്നടത്തും നിനക്കൊരു സ്വസ്ഥത തരാതെ വേണം. ശബാരാധ കയറി ചെന്ന നാള് മുതൽ ചെന്ന് കയറിയ വീടിനകത്ത് നിനക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, നാത്തൂന്റെ ഭാഗത്തുനിന്ന്, അമ്മായിമ്മയുടെ ഭാഗത്തുനിന്ന്, അയൽവക്കക്കാരുടെ ഭാഗത്തുനിന്ന് നിനക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ആയുധങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കാൻ പോവുകയാണെന്ന് ഞാൻ ഈ പകൽ ആത്മാവിൽ പറഞ്ഞത്. ഘടക 5 പോയിന്റ് അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ എന്നോട് ദൈവം ഇടപെട്ട ആലോചനയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഏത് സ്ഥാനത്ത് നീ ചെന്ന് കയറിയാലും, ഏത് ജോലി സാഹചര്യത്തിൽ നീ കാലുകുത്തിയാലും, അവിടെ ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അക്യൂസേഷൻ, ചില കുറ്റപ്പെടുത്തലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിനെ കത്തിച്ച് കളയുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ ആയുധം ഫലിക്കത്തില്ലെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. കുറ്റപ്പെടുത്തലിന്റെ ഒക്കെ കാലം കഴിഞ്ഞു കേട്ടോ. ഇന്ന് പകൽ നിന്റെ ചേട്ടൻ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്റെ അനിയൻ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്റെ അമ്മായിമ്മ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്റെ മരുമോൾ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്റെ മക്കൾ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്റെ അപ്പൻ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്നെ പറഞ്ഞു വിട്ട ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് യെസ്, ഹല്ലേലൂയ. ഒത്തിരി കേട്ടല്ലേ ജീവിതകാലം മുഴുവൻ കേട്ട കുറ്റപ്പെടുത്തൽ. ഇതുപോലൊരു കഴിവ് കെട്ടവൻ,
ഇതുപോലൊരു കഴിവ് കെട്ടവൾ ഷാബാര, ഉത്തരവാദിത്വമില്ലാത്തവൾ ജുഡാരക. അവന്റെ ആ വാക്കിനകത്തൊരു പുച്ഛഭാവം നിപ്പുണ്ട്. ആകെ കുറച്ചാടുള്ളത് എന്ന് പറഞ്ഞാ കയ്യിലേപ്പിച്ചതിനെ ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റാത്തവൻ, ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കാത്തവൻ. നീ അവനെ നോക്ക്, ദണ്ട് അവളെ നോക്ക്, അവരെ നോക്ക്, ഇവരെ നോക്ക്. അവരെല്ലാം ഗതി പിടിച്ചില്ലേ? നിന്റെ കൂടെ പഠിച്ചവരല്ല അനുഗ്രഹിക്കപ്പെട്ടില്ലേ? നീ മാത്രം ഇങ്ങനെ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. നിന്റെ കൈ കുറെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ ഗതി പിടിച്ചിട്ടില്ലല്ലോ. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ ഒരു കാലം വരാൻ പോവുക. നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ നിയോഗം എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഉറപ്പിച്ചു പറയും, നുണയുടെ കുറ്റപ്പെടുത്തലിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. എന്റെ മേലുള്ള അഭിഷേകം അതൊന്ന് വെളിപ്പെടുന്ന സമയം വരാൻ പോവുക. ഓ, ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ഇന്ന് പകൽ ചില നുകങ്ങൾ തകരാൻ പോവുക. തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ മുമ്പിൽ തകർച്ച കാണാൻ നോക്കുന്നു. ആത്മാവിൽ ആരാധിച്ചോ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ ഒരായുധം എപ്പോഴോ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം പോലെ എല്ലാ പക്ഷിക്കും ചെലയ്ക്കാം. ഏതാ പക്ഷിയുടെ പേര് ഞാൻ മറന്നുപോയി. അതിന് മാത്രം ചെലയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതുപോലെ നിന്റെ ജീവിതം. മറ്റാരെന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ നീ എന്തോ ചെയ്താലും അതിന് നേരെ വാളും കൊണ്ട് നിൽക്കുന്ന 10,000 പേര് നിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ, നിന്റെ ജീവിതത്തെ മുന്നോട്ട് വിടാതിരിക്കാൻ. ഓ ഊടാരവ, ഈ പടക്കളത്തിലും അവസാന വട്ടം നിനക്ക് നേരെ പൊരുതുന്ന ഒരു പൊരുതായത് ഇവിടെ തോക്കരുത്. ഇന്ന് പകൽ അഭിഷേകത്തെ നീ വിശ്വസിക്ക്, ദൈവകൃപയെ നീ വിശ്വസിക്ക്, ദൈവശക്തിയെ നീ വിശ്വസിക്ക്, ദൈവാത്മാവിനെ നീ വിശ്വസിക്ക്. വിശ്വസിക്കുന്നവരുടെ മേൽ ബലത്തോടെ ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ചില അന്ധകാര ശക്തികൾ തകരുകയാ. എനിക്കറിയാം ഈ പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുക. ഒരു തലക്കെട്ട് ഉപയോഗിക്കാതെ, ഒരു പൊടിക്കൈകളും പറയാതെ, വർത്താനം പറയുന്നത് പോലെ വളരെ ലളിതമായ ഭാഷയിൽ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? നിന്റെ വീട്ടിനകത്ത് നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴമെന്നെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. നുണകളും കുറ്റപ്പെടുത്തലുകളും ചൂടാരാപാര എവിടൊക്കെ ചെന്ന് നിന്നാലും അവിടെ എല്ലാം നിന്റെ വീടിന് നേരെ അതിങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോ, സ്തോത്രം, പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടില്ലേ? പട കാണാനല്ലേ നീ ഇവിടെ വന്നതെന്ന്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം, നിനക്ക് വിഷയം വീടല്ല, നിനക്ക് വിഷയം ഉത്തരവാദിത്തങ്ങളല്ല, നിനക്ക് വിഷയം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ വിഷയം എന്റർടൈൻമെന്റാ, നിന്റെ സുഖ. എന്നോട് അങ്ങനെ ഇതൊരു പൊതുവേദിയാണെന്നറിയാം, എങ്കിലും എന്നോട് ദൈവാത്മാവ് പറയാ, ഇന്നൊന്ന് രാവിലെ കേട്ടില്ലേ, ഉടുത്തൊരുങ്ങി അങ്ങ് ഇറങ്ങുക കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കൊന്നും പറഞ്ഞു. ഞാനീ പറഞ്ഞ വാക്കല്ലല്ലോ നീ കേട്ടത്. പക്ഷെ ഇന്ന് പകൽ സ്വർഗത്തിനൊരു കാര്യം പറയാനുണ്ട്. നിന്നെ തുറിച്ചു നോക്കുന്ന കണ്ണുകളുടെ മുമ്പിൽ, നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ഇനിയും നീ അനർത്ഥം കാണത്തില്ല. ഉറപ്പുള്ള ദൈവമക്കളൊക്കെ കര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ശബാരബാര ജുഡാരബരബച്ചസ്. ഒന്ന് കുറ്റപ്പെടുത്തലാണെങ്കിൽ, 2 ദാവീദ് അനുഭവിച്ച പോരാട്ടം. 1 ശമൂവേൽ 17:43. നീ വാളും വടിയുമായിട്ട് എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ? അപ്പൊ ശത്രുവിന്റെ അപ്പം 1 കുറ്റപ്പെടുത്തൽ, 2 ശത്രുവിന്റെ ആരോ.
സ്തോത്രം. എന്താ ശത്രുവിന്റെ ആരോപണം? വാളും വടിയായിട്ട് വരുന്നു. ഇന്ന് പകൽ നീ ഉറച്ചു പറ, ദൈവത്തിന് സ്തോത്രം. കുറ്റപ്പെടുത്തലുകളിലും നുണകളിലും ഒന്നും പതറാതെ ഉറച്ചു പറ, എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് പറ. സ്തോത്രം. ധൈര്യത്തോടെ പറ, യഹോവ വാളുകൊണ്ടും കുന്നം കൊണ്ടും ഒന്നും അല്ല രക്ഷിക്കുന്നത്. യുദ്ധം എൻ്റെ ദൈവത്തിനുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. 135-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാ. ഒരു വക്കീലിനെ പോലെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവത്തെയാ നാം ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. കുറ്റപ്പെടുത്തലിന്റെ നുണകളുടെ ഒന്നും മുമ്പിൽ പതറിപ്പോകരുതേ. 135-14 യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി ന്യായപാലനം ചെയ്യും, തൻ്റെ ജനത്തിനോട് അവൻ സഹതപിക്കും. For the Lord will vindicate his people and have compassion on his servants. അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ദയോടുകൂടെ വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകളുടെയും നിന്ദകളുടെയും നടുവിൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാ യെശയ്യാവ് 61:7 പറയുന്നത്, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ഈ പകൽ പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, കുറ്റപ്പെടുത്തലുകളുടെയും നിന്ദകളുടെയും നടുവിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഓടിയ നീ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരരട്ടി പങ്ക് ദൈവം ഒരുക്കുന്ന ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേന് ഒരരട്ടി പങ്കിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോവുക. നിന്റെ ജീവിതം മാറാൻ പോവുക. നിന്റെ തോൽവി അവസാനിച്ചു. യെസ്, നാണത്തിന് പകരം ഇരട്ടിയായ പ്രതിഫലം, ലജ്ജയ്ക്ക് പകരം ഒരു ഓഹരി. അതുമാത്രമല്ല, ദേശത്തു തന്റെ ജനം ഇരട്ടി അവകാശം പ്രാപിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എ ഡബിൾ പോർഷൻ ഓഫ് അനോയിന്റിംഗ്, ഒരു ഇരട്ടി പങ്ക് അഭിഷേകം എന്റെ മേൽ ഇന്ന് പകൽ ദൈവം പകരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ഏതു ദേശത്തു നീ അപമാനിക്കപ്പെട്ടോ, ഏത് ദേശത്തു നീ പഴി കേട്ടോ, ഏത് ദേശത്തു നീ ഒറ്റപ്പെട്ടോ, ഏത് ദേശത്തു നീ കുറ്റപ്പെടൽ അനുഭവിച്ചോ, ഏത് വീട്ടിലാ നീ അപമാനിക്കപ്പെട്ടത്, ഏത് വീട്ടിൽ നീ അപമാനിക്കപ്പെട്ടോ ആ വീട്ടിൽ തന്നെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക ഒരു രാജകീയ പ്രൗഢിയോടുകൂടെ. അപ്പൊ സാത്താൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആയുധം കുറ്റപ്പെടുത്തലും നുണകളുവാ. സ്തോത്രം. ഇനിയും ഇത് മനുഷ്യനും സാത്താനും ഒക്കെ ഉപയോഗിക്കുന്നതാ. രണ്ടാമത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. മത്തായി 14:30 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ. അപ്പൊ സാത്താൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ആയുധമാണ് സംശയവും ഭയവും. ചേർന്ന് പറ, സംശയവും ഭയവും. ഒന്ന് കുറ്റപ്പെടുത്തലുക അപവാദവും നുണയാണെങ്കിൽ, രണ്ടാമത് സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് സംശയവും ഭയവും. എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ജയിക്കത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, എനിക്കും പറ്റത്തില്ല. പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ. സ്തോത്രം. ഒത്തിരി കാറ്റുകളെ അവൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി പ്രാവശ്യം ഈ കടലിൽ അവൻ ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അറിയാം ഏത് കാറ്റാ മുക്കുന്ന കാറ്റെന്നും ഏത് കാറ്റാ അതിജീവിക്കാൻ പറ്റുന്ന കാറ്റെന്നും അവന് നന്നായിട്ട് അറിയാം.
ഈ കാറ്റ് അവൻ കണ്ടപ്പോഴേ അവന് മനസ്സിലായി, ഇതുപോലുള്ള കാറ്റത്ത് ആരും ചാടിയിട്ടില്ല, ഇത് മുക്കുന്ന കാറ്റാ. ഇവിടെ ഞാൻ തീരും. ഇല്ല, നീ തീരത്തില്ല. ഇവിടെ നീ തീരുമെന്ന് നിന്റെ ബുദ്ധി പറയുമ്പോൾ നിന്നോടിന്ന് പകൽ എനിക്ക് ആത്മാവിൽ ഒരു കാര്യം പറയുവാനുള്ളത്, പെട്ടെന്ന് അവൻ വന്ന് അവനെ പിടിച്ചു. ഈ പകൽക്കാലം നിന്നെ മുക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗം വന്ന് നിന്നെ പിടിക്കുന്ന നിമിഷങ്ങളായതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ദൂരാരവരവരവരവ പെട്ടെന്ന് അവന്റെ അടുക്കലെത്തി അവനെ പിടിച്ചു. ഏത് പ്രതിസന്ധിക്കകത്താണോ, ഏത് പോരാട്ടത്തിനകത്താണോ നിങ്ങൾ മുങ്ങിപ്പോകുന്നത്, അതിനകത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പെട്ടെന്ന് പെട്ടെന്ന്, ആ സമയത്തിന്റെ വേഗതയൊന്നും എനിക്കറിയത്തില്ല. അടുത്ത 10-15 മിനിറ്റ് കൂടെ ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. അത്രേ സമയമൊന്നും ദൈവത്തിന് വേണ്ട. എന്റെ വായിൽ നിന്ന് ഈ വാക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നിന്നെ തൊടാൻ, നിന്നെ പിടിച്ചു കയറ്റാൻ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ശബാരാധന. ഈ അനർത്ഥം എന്റെ അവസാനമല്ല, ഇതിനെ ഞാൻ അതിജീവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കരമുയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിനക്ക് വിരോധമായുള്ള ചില ആയുധങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, കുറ്റപ്പെടുത്തലും അപമാനവും. 2, ഭയവും സംശയവും. ഇനി മൂന്നാമത് ഉപയോഗിച്ച ആയുധം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനെതിരെ അത് ഉപയോഗിച്ചത് സാത്താൻ. ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം. 3 കാര്യങ്ങൾ പറഞ്ഞാ പ്രലോഭിപ്പിക്കുന്നത്. 4-3 നിനക്ക് വിശക്കുന്നില്ലേ? ശാരീരിക ആവശ്യം. സ്തോത്രം. വിശപ്പിനകത്ത് സംതൃപ്തി. ഹല്ലേലൂയ. ശാരീരിക ആവശ്യങ്ങളിൽ സാത്താൻ പ്രലോഭിപ്പിക്കുന്നു. 2, ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തതയെ പരീക്ഷിക്കാനായിട്ട് ചിലയിടത്തുനിന്ന് എടുത്തിയാടാൻ പറയുന്നു. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, എടുത്തിയാട്ടം നന്നല്ല, എടുത്തിയാട്ടം പാടില്ല. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ പറ താണിരിപ്പീൻ. സ്തോത്രം. പലരും എടുത്തു ചാടുമ്പം ദൈവമക്കൾ പറ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ താണിരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്നത്. സ്തോത്രം. ആരാ എടുത്തു ചാടാത്തത്? ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഉറപ്പുള്ളവർ ഒരിക്കലും എടുത്തിയാട്ടത്തിന് മുതിരത്തില്ല. ആരാ എടുത്തിയാട്ടത്തിന് തയ്യാറാകുന്നത്? ദൈവത്തിന്റെ കഴിവിനെ അവിശ്വസിക്കുന്നവരാണ് എടുത്തിയാട്ടത്തിന് തയ്യാറാകുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ബലത്തെ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ കഴിവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും എടുത്തിയാട്ടത്തിന് പോകരുത്. ശാരീരിക ആവശ്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന സാത്താൻ, ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രലോഭിപ്പിക്കുന്ന സാത്താൻ. ഇനി അടുത്തത് അവൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പ്രലോഭനം ഭൗതിക നന്മകളും അതിൻ്റെ മഹത്വവും നേടാൻ. പക്ഷേ ശാരീരിക ആവശ്യങ്ങളും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കെതിരായിട്ടുള്ള എടുത്തിയാട്ടങ്ങളും ഭൗതിക നന്മകളും അതിൻ്റെ മാന്യതകളും ഇതെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് നേരെ പ്രലോഭനം അഴിച്ചു വിടുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാ. സ്തോത്രം. സത്യത്തിൽ 3 കാര്യം തരാമെന്നാ പറയുന്നത്. എന്തൊക്കെയാ? 1, ഭൗതിക നന്മ.
രണ്ട്, ദൈവത്തിന് സ്തോത്രം, ശാരീരിക ആവശ്യങ്ങൾ. മൂന്ന്, അർഹതയ്ക്ക് അപ്പുറത്തുള്ള മാന്യത. ഇതിനെല്ലാം സമം ഒറ്റ കാര്യം അവൻ ചോദിക്കുന്നത്, ആരാധന. എല്ലാറ്റിനും സമം ഇട്ടാൽ അതിനപ്പുറത്ത് ചോദിക്കുന്ന ഒറ്റ കാര്യം ആരാധന. അപ്പൊ ദൈവമക്കൾ ഒരു കാര്യം അറിയണം, ഭൗതിക നന്മകളെക്കാൾ ശാരീരിക ആവശ്യങ്ങളെക്കാൾ എല്ലാം വലുതാണെന്ത്? ആരാധന. അത് പ്രഷ്യസ് ആണ്, അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവമക്കൾ തീരുമാനിക്ക്, എൻ്റെ ആരാധന ഞാൻ മനുഷ്യന് കൊടുക്കത്തില്ല. എൻ്റെ ആരാധന എൻ്റെ ദൈവത്തിന് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ള ദൈവമക്കളെല്ലാം ആ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ അല്പസമയം ദൈവത്തിന് സ്തുതിച്ചാട്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ സാത്താൻ ഉപയോഗിക്കുന്ന 3 ആയുധങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, കുറ്റപ്പെടുത്തലുകളും പഴിചാരലും. 2, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഭയവും സംശയവും. 3, പ്രലോഭനങ്ങൾ. ഇനിയും 4-മത്തേത് സ്തോത്രം. ഉൽപ്പത്തി 3:4-5 വാക്യത്തിൽ ഹവ്വയെ വഞ്ചിച്ച സാത്താൻ സർപ്പം ഉപായത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ. അപ്പൊ സാത്താന്റെ 4-മത്തെ ആയുധമാണ് ആത്മീക വഞ്ചന. എങ്ങനെയാ അത് ഉപയോഗിച്ചത്? വചനത്തെ കോട്ടി മാറ്റിക്കൊണ്ടാണ് സാത്താൻ അത് ഉപയോഗിച്ചത്. സ്തോത്രം. അതുകൊണ്ട് ആ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ ദൈവവചനം വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച്. സ്തോത്രം. അപ്പം സാത്താൻ ഉപയോഗിക്കുന്ന 4-മത്തെ ആയുധമാണ് ആത്മീക വഞ്ചന. സ്തോത്രം. കുറ്റപ്പെടുത്തൽ ഉപയോഗിക്കുന്നത് പോലെ, അപമാനം ഉപയോഗിക്കുന്നത് പോലെ, ഭയവും സംശയം ഉപയോഗിക്കുന്നത് പോലെ, പ്രലോഭനം ഉപയോഗിക്കുന്നത് പോലെ, അതുപോലെ തന്നെ സാത്താൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ് ആത്മീക വഞ്ചന. പ്രത്യേകിച്ചും ഇത് സാത്താൻ അറിയാം തനിക്ക് അല്പകാലമേ ഉള്ളൂവെന്ന്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അലറുന്ന സിംഹം എന്നതുപോലെ അതിവേഗത്തിൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഭാവിച്ച് അവനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം. ആത്മീക വഞ്ചനയുടെ ആയുധത്തെ വളരെ ശക്തമായി അവൻ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ദൈവമക്കൾ അതിനെ അതിജീവിക്കണം. എങ്ങനെ അതിജീവിക്കണം? സാത്താൻ ദൈവവചനത്തെ കോട്ടിക്കൊണ്ട് യേശുവിൻ്റെ നേരെ വരികയാ. പക്ഷേ അവിടുന്ന് പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പം അപ്പത്തേക്കാൾ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ആത്മീക വഞ്ചനയെ അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എന്താ കാലഘട്ടത്തിന്റെ പ്രശ്നം? വചനത്തെക്കാൾ അപ്പത്തെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയായി പലരും മാറുമ്പോൾ ഈ പകൽക്കാലം ദൈവമക്കൾ പറ, അപ്പത്തേക്കാൾ ഞങ്ങൾക്ക് വലുത് വചനമാണ്. സ്തോത്രം. വചനത്തെക്കാൾ അപ്പം വലുതാണെന്ന് സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവമക്കൾ പറ, അപ്പത്തേക്കാൾ 1000 മടങ്ങ് അപ്പുറത്തുള്ളതാണ് ദൈവത്തിന്റെ വചനം. ആത്മീക വഞ്ചനയുടെ തട്ടിപ്പിനകത്ത് ആരും വീണു പോകരുത്. ഭയവും കുറ്റപ്പെടുത്തലും സാത്താൻ ഉപയോഗിക്കും, സംശയം സാത്താൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ പ്രലോഭനം ഉപയോഗിക്കും, ആത്മീക വഞ്ചന ഉപയോഗിക്കും. ഇനി അടുത്തത് സാത്താന്റെ ആയുധമാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 59-ാമത്തെ വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കല്ലുകളെടുത്ത് സ്തെഫാനോസിന് നേരെ എറിയുക. അവനോ
സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പൊ എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്നിരിക്കുന്നതും. സാത്താൻ ഉപയോഗിക്കുന്ന അഞ്ചാമത്തെ ആയുധം പീഡകളാ. ഒരു കാര്യം ഓർത്തോണം, ശത്രു നിന്നെ പീഡിപ്പിക്കുമ്പോൾ, ഭൂമിയിൽ വേദനപ്പെടുത്തുന്ന കല്ലുകൾ നിന്റെ ശരീരത്തിൽ പതിക്കുമ്പോൾ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്നുള്ള യാഥാർത്ഥ്യം നീ മറക്കരുത്. സ്വർഗം തുറന്നിരിക്കുന്നത്. സ്തോത്രം. സ്വർഗം തുറന്നു. ദൂതന്മാരുടെ എൻകൗണ്ടർ നടന്നു. അത് മാത്രമല്ല, ഒരു സ്തെഫാനോസ് കൊല്ലപ്പെടുമ്പോൾ മറ്റൊരു പൗലോസ് പുറത്തു വരപ്പെടുകയാണ്. തൊട്ടു മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അധികായകന്മാരായ അഭിഷക്തന്മാരെ പോലും അപ്രസക്തരാക്കത്തക്ക നിലയിൽ അഭിഷേകത്തെ ഉപയോഗിക്കുന്ന ഒരു തലമുറയെ പുറത്തു വരുത്തുവാനുള്ള വഴി എന്ന് പറയുന്നത് സഭ അനുഭവിക്കുന്ന പീഡകളാണ്. ഓ, രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ ഫലപുഷ്ടിയുടെ വളമെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നീ അനുഭവിക്കുന്ന പീഡകളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുമെന്നുള്ള യാഥാർത്ഥ്യം നീ മനസ്സിലാക്കുക. ചന്ദ്രക്കിനും മേശക്കിനും അഭേദരകോവിനും വേണ്ടിയൊക്കെ ദൈവം ഇറങ്ങി. ദാനിയേലിന് വേണ്ടി, സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നു. ദാനിയേലിന് വേണ്ടി ദൂതനെ അയച്ചു. പക്ഷേ കൂട്ടമായിട്ട് പീഡ അനുഭവിക്കുവാൻ ഒരു കൂട്ടരെ പീഡിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി. സ്തോത്രം. നാലാമനായി എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ 2-3 കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഒന്ന്, രോമത്തിന് കേടുവന്നില്ല. ശരീരത്തിന് കേടുവന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ രോമത്തിന് പോലും കേടുവന്നില്ല. അടുത്തത് പറയുക, തീയുടെ മണം അവർക്ക് ഏശിയില്ല. സ്തോത്രം. ഈ പീഡകളൊന്നും അതിന്റെ ഒരു കാലാവസ്ഥ പോലും നിന്നെ തൊടാത്തതുപോലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. നീ പ്രതിസന്ധിയുടെ അകത്തൂടെ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നീ പോരാട്ടത്തിന്റെ അകത്തൂടെ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നീ കഷ്ടതയുടെ അകത്തൂടെ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിന്റെ കാലാവസ്ഥയ്ക്കൊന്നും നിന്നെ സ്വാധീനിക്കാൻ പറ്റാത്തതുപോലെ ഒരു ദൈവത്തിന്റെ മഹത്വം താങ്കളുടെ മേൽ ദൈവം അയക്കാൻ പോകുന്ന നിമിഷങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവമക്കൾക്കെതിരെ സാത്താനും മനുഷ്യൻ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളുണ്ട്. ഒന്ന്, കുറ്റപ്പെടുത്തലും നുണകളും. 2, ഭയവും സംശയവും. 3, പ്രലോഭനം. 4, സ്തോത്രം, ആത്മീക വഞ്ചന. 5, പീഡകൾ. സ്തോത്രം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങും. ഇനിയും സഭയ്ക്കെതിരെ ശത്രു ഉപയോഗിക്കുന്ന 6ാമത്തെ ഒരു ആയുധമുണ്ട്. എന്താ അതിൻ്റെ പേര്? അതിൻ്റെ പേരാണ് ഭിന്നതയും പക്ഷം പിടുത്തവും. ദൈവമക്കൾ ഇത് വളരെ കൃത്യമായിട്ട് അറിയണം. സാത്താൻ അല്പകാലമേ ഉള്ളൂവെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഉപയോഗിക്കുന്ന 6ാമത്തെ ആയുധമാണ് ഭിന്നതയും പക്ഷം പിടുത്തവും. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കൂട്ടർ പറയുക, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. മറ്റൊരു കൂട്ടർ പറയുക, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ. വേറൊരു കൂട്ടർ പറയുക, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷം പിടുത്തം. എന്താ സംഭവിക്കുന്നത്? പക്ഷം പിടുത്തം എന്തിലേക്കാ നയിച്ചത്? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സഭയുടെ മിഷനെ അത് ബാധിക്കുക. ഓരോ പക്ഷം പിടിക്കുമ്പോൾ ഓർത്തോണം, അവരുടെയും ഇവരുടെയും പക്ഷം നാം പിടിക്കുമ്പോൾ സഭയുടെ വളർച്ചയെ അത് തടയുക. തൊട്ടു മുമ്പ് കർത്തൃദാസൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. പത്രോസ് നിൽക്കുമ്പോൾ 11 പേര് കൂടെ നിൽക്കുക. അവിടെ സഭ
ആയിരങ്ങളിൽ നിന്ന് ആയിരങ്ങളിലേക്ക് വളരുകയാ. നൂറുകളിൽ നിന്ന് ആയിരങ്ങളിലേക്ക് വളർന്നതിന്റെ കാരണം ഒന്നിച്ചു നിന്നത് കൊണ്ടാ. പക്ഷം പിടിക്കുന്നിടത്ത് സഭയുടെ വളർച്ച ശുഷ്കമാകുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഈ കാലഘട്ടത്തിലെങ്കിലും തിരിച്ചറിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടതിലേക്ക് മടങ്ങി വരാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ അസൂയയും പക്ഷം പിടുത്തവും അതല്ലേ കയീന്റെ ഹാബേലിന്റെ കാലഘട്ടത്തിലെ കൊലപാതകത്തിന് കാരണമായത്. ഈ ബാബേലിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അതിനകത്ത് വ്യാപരിക്കുന്നതാണ് പക്ഷം പിടുത്തം. ജഡം സംസാരിക്കുന്നിടത്ത് പക്ഷം പിടുത്തം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തികളിൽ പരിശുദ്ധാത്മാവ് സ്വാധീനിച്ചിട്ട് പോലും ബർന്നബാസും പൗലോസും തമ്മിലുള്ള ആ തർക്കം സഭാ വളർച്ചയ്ക്ക് നേരെ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് ഭിന്നതയും പക്ഷപിടുത്തവും. നമ്മൾ ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ആയുധങ്ങളൊക്കെ ഇന്നലെ ഫലിച്ചു, അല്ല ഇനിയും ഫലിക്കത്തില്ല, ഇനിയും ഫലിക്കത്തില്ല. ഇന്ന് ഈ വെളിപ്പാട് ദൈവം നമുക്ക് തന്നപ്പോൾ പൗരുഷൻ ഒരു വലിയ കുടയാണ്. ഈ കുടയുടെ കീഴിൽ തണല് പ്രാപിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ഒത്തിരി സഭകളെ, ഒത്തിരി സഭാ സമൂഹങ്ങളെ ഭിന്നതയിലേക്ക് നയിക്കുന്ന ആ വ്യാപാരത്തിന് നേരെ ഇന്ന് പകൽ നമ്മളൊന്ന് ആത്മാവി പോരാടാൻ പോവുക. നമ്മളൊന്ന് ആത്മാവി പൊരുതി പ്രാർത്ഥിക്കാൻ പോവുക. കേരളത്തിലെ സഭകൾ ഐക്യതയിൽ തുടരേണ്ട ഒരു കാലം. ഒരു സഭ പോലും ഭിന്നിക്കരുത്. ഒരു സഭാ കേസ് പോലും കോടതികളിൽ വിധികൾക്ക് വേണ്ടി കാത്തുകെട്ടി കിടക്കപ്പെടരുത്. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം അതിനപ്പുറത്ത് സംഭവിക്കണം. കടുംപിടുത്തങ്ങൾ മാറണം. സഭകളുടെ വളർച്ചയ്ക്കെതിരെ വ്യക്തികളെ ഭിന്നിപ്പിക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ആയുധത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒന്ന്, എനിക്കറിയാം, കൃപ പ്രാപിച്ച ദൈവമക്കൾ, വെളിപ്പാടിന്റെ കണ്ടുകൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കുന്ന ദൈവമക്കൾ, അവരിന്ന് പകൽ ആത്മാവിലൊന്ന് പൊരുതാൻ പോവുക. അവരിന്ന് പകൽ ആത്മാവിലൊന്ന് പോരാടാൻ പോവുക. ഇനിയും നീ അനർത്ഥം കാണുകയില്ല. അനർത്ഥത്തിന് കാരണമായ പല കാരണങ്ങൾ നാം ഇതിനോടകം ധ്യാനിച്ചു. ഒന്ന്, കുറ്റപ്പെടുത്തൽ. ദൈവത്തിന് സ്തോത്രം. നുണകൾ. 2, ഭയം. 3, ഭയവും സംശയവും. 3, പ്രലോഭനം. 4, ആത്മീക വഞ്ചന. 5, പീഡനങ്ങൾ. 6, ഭിന്നതയും പക്ഷപിടുത്തവും. ഇങ്ങനെ സാത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ. ഇനി അടുത്ത ഒരായുധമുണ്ട്, 7ാമത്തേത് അഹങ്കാരവും നിഗളഭാവവും. ഒത്തിരി പ്രയോജനപ്പെട്ട ആളുകൾ പരാജയപ്പെടാൻ കാരണം അഹങ്കാരികളായി മാറിയത് കൊണ്ടാണ്. സഭയ്ക്കെതിരെ സാത്താൻ ഉപയോഗിച്ച ഒരായുധമാ അഹങ്കാരം, നിഗളഭാവം. ഇല്ല, ഇതൊന്നും സ്വാധീനിക്കാത്ത ഒരു തലമുറ എത്ര പേരുന്ന് പകൽ കൊതിക്കുന്നുണ്ട്? സ്തോത്രം. നുണകൾക്കും പീഡകൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു തലമുറ, ഭയത്തിനും സംശയത്തിനും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു തലമുറ, പ്രലോഭനത്തിന് സ്വാധീനിക്കുവാൻ കഴിയാത്ത ഒരു തലമുറ, ആത്മീക വഞ്ചനയ്ക്ക് സ്വാധീനിക്കുവാൻ കഴിയാത്ത ഒരു തലമുറ, പീഡകൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത ഒരു തലമുറ. ഓ ശാപാരാധരാധര ചൈഡൽ ഘടക, ഭിന്നതയ്ക്ക് ഒതുക്കുവാൻ കഴിയാത്ത ഒരു തലമുറ, അഹങ്കാരത്തിന്റെ വലയിൽ അകപ്പെടാത്ത ഒരു തലമുറ അഭിഷേകത്തോട് ഇന്ന് പകൽ പുറത്തു വരികയോ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട് ഈ പകൽ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ദുരന്തങ്ങൾക്ക് കാരണമായി, അപമാനത്തിന് കാരണമായി, അപകടങ്ങൾക്ക് കാരണമായി, ഇന്നലകളിൽ സാത്താൻ ഉപയോഗിച്ച ഈ ആയുധങ്ങളൊക്കെ നിർവീര്യമാകാൻ പോവുക. എവിടെ ഇത് നിർവീര്യമാകുന്നത്? പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ ഏതാ നിർവീര്യമാകാത്തത്? ഏതാ നിർവീര്യമാകാത്തത്? ഇന്ന് പകൽ ഒന്ന് ആത്മാവി പൊരുതി പ്രാർത്ഥിക്കാൻ, ഒന്ന് ആത്മാവി പോരാടി പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? ഭയത്തിനെതിരെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ഭിന്നതയ്ക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആത്മീക വഞ്ചനയ്ക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, പക്ഷം പിടുത്തത്തിനെതിരെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാ ദൈവമക്കളും വാതുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ.
മഹത്വം നഷ്ടപ്പെട്ട ആലയം, അനർത്ഥം കണ്ട കുടുംബങ്ങൾ ഇല്ല, ഇനി അനർത്ഥം കാണത്തില്ല. ഈ പകൽ നാം ഒന്നിക്കുക, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നാം ഒന്നിക്കുക. ഇന്ന് പകൽ നമുക്ക് തീരുമാനിക്കാം, ഇനി ഞങ്ങൾ അനർത്ഥം കാണത്തില്ല. ശത്രുവിന്റെ പദ്ധതികൾ പരാജയപ്പെടാൻ പോവുക, അവന്റെ പദ്ധതികൾ തോക്കാൻ പോവുക, അവന്റെ ആയുധം ഫലിക്കത്തില്ല. ഓ ശാബാര, എല്ലാ ദൈവമക്കളും ആത്മാവി പ്രാർത്ഥിച്ചാട്ട്, കൃപ പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ആത്മനിയോഗത്തെ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ട്, ഈ പകൽ നിങ്ങളോട് ഇടപെട്ട വചനത്തിനകത്ത് ഏതായുധമാ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിന് നേരെ ഇന്ന് പകൽ ആത്മാവിലൊന്ന് പൊരുതിക്കാൻ. ശാന്തന, യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ വിടുതലിനെ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയെ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ പദ്ധതികളുടെ മേൽ ഞങ്ങൾ ജയത്തെ കൽപ്പിക്കുക. ഓ ശാബാ രഗ രഗ ചര ദര 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 ദര. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. എല്ലാ ദൈവമക്കളും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്കെതിരെ ശത്രു ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങളെല്ലാം നിർവീര്യമാകട്ടെ, അതെല്ലാം നിർവീര്യമാകട്ടെ. കർത്താവേ, ഞങ്ങൾ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് അവരുടെ കുടുംബങ്ങൾക്കുമെതിരെ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സകല ആയുധങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിർവീര്യമായി പോകട്ടെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല, ഒരായുധവും ഫലിക്കരുത്. ഇന്ന് മുതൽ ഓ ശബാര, രാജ്യങ്ങളുടെ ഒക്കെ അയൺ ഡോൺ സംവിധാനമില്ലേ? മിസൈലുകൾ വന്നാൽ അവത്തെ തട്ടിത്തെറിച്ചു പോകുന്ന അയൺ ഡോൺ സംവിധാനമില്ലേ? അത് രാജ്യങ്ങൾക്ക് ടെക്നോളജി നിമിത്തം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന്റെ കവറിങ് വ്യക്തികളുടെ മേൽ ദൈവം പകരുന്നതിന്, കുടുംബങ്ങളുടെ മേൽ ദൈവം പകരുന്നതിന്, സഭകളുടെ മേൽ ദൈവം പകരുന്നതിന് എത്ര ദൈവമക്കൾ ഈ പകൽ സ്വീകരിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരായുധവും ഇവർക്കെതിരെ ഫലിക്കരുത്. അങ്ങയുടെ കരുത്തന്റെ കരുതൽ, അങ്ങയുടെ വിശ്വസ്തതയുടെ പ്രവൃത്തി ഇവർക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.